അച്ഛൻ ഉപേക്ഷിച്ചു പോയെന്ന് പറയും. അമ്മ എന്നോട് എന്റെ കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ട്, എന്നാ പിന്നെ നിനക്ക് അച്ഛൻ ഗൾഫിലാന്ന് പറഞ്ഞു കൂടിയത്. എനിക്ക് കാണാൻ പറയാൻ താല്പര്യമില്ല. അച്ഛൻ ഉപേക്ഷിച്ചു ഞാൻ കണ്ടു അച്ഛൻ ഉപേക്ഷിച്ചു ഇങ്ങനെ ഇതൊന്നും പറഞ്ഞൊരു വയസ്സരി വരെ പഠിച്ചിരിക്കും. അച്ഛൻ ഉപേക്ഷിച്ചു പോയി. എനിക്ക് അതിനെ ഒരു സമയം കിട്ടി പോയി ഉപേക്ഷിച്ചു പോയെന്നല്ല, അപ്പൊ കേസ് കൊടുത്ത് അങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോയി. അങ്ങനെ അവിടെ 5 ലക്ഷം പോയി അവരുടെ ഡോക്ടർ. പക്ഷെ അതൊക്കെ പറയാമല്ലോ, അതൊക്കെ അച്ഛനെ ഉപേക്ഷിച്ചു പോയി. ഒരാൾ കരയുന്ന കണ്ട് ആദ്യമായിട്ട് ചിരി വന്ന ഒരു സന്ദർഭം, അതെ മറ്റാരുമല്ല, ശ്രീദേവി അറക്കൽ. ഒരു പാവപ്പെട്ട മനുഷ്യൻ ദീപക് ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആ ലൈനിലുണ്ട്. അപ്പോൾ ഇവർ ഇരുന്ന് ഘോരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് കുറ്റക്കാരനെന്ന് ആവർത്തിച്ച് പറഞ്ഞവർ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ സ്ക്രീനിൽ ആ അമ്മ അവരുണ്ട്, ലൈനിലുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ എന്തുമാത്രം ഊന്നി അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് എന്ത് വേദനിച്ചു, അതുപോലാണ് ഇപ്പം നിങ്ങൾക്ക് വേദനിക്കുന്നത്. സമൂഹം മൊത്തം കൂട്ടമായിട്ട് നിങ്ങളെ ആക്രമിച്ചത് മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്ക് വേദനിച്ചില്ലേ? കുറേ പേര് ചേർന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ലേ? എത്രയേ ഉള്ളൂ. ശ്രീദേവി അറക്കൽ. പിന്നൊരു കാര്യം, പക്ഷേ സ്ത്രീകളെ ഇങ്ങനൊന്നും വിളിക്കാൻ പാടില്ല, അത് അംഗീകരിക്കാനും പറ്റത്തില്ല. നിങ്ങൾക്കിപ്പോൾ വേദനിച്ചു എന്നുള്ളത് വേറൊരു കാര്യം, പക്ഷേ സ്ത്രീകളെ ഇമാതിരി വേർഡ്സ് പറഞ്ഞ് പരാമർശിക്കാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പിന്നെ നമ്മളാരും കേട്ടില്ല ഇങ്ങനെ ഒരു വേർഡ് ശ്രീദേവി ആരും വിളിക്കുന്നൊന്നും നമ്മൾ കേട്ടില്ല. ഇവർ വന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവർ പോലും അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്നു എന്ന്. പിന്നെ സാധാരണ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറയുന്നവർ ഭയങ്കര ധൈര്യശാലികളും ഘോരം പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കരയുമോ? ശ്രീദേവിയൊക്കെ കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിട്ട് ഏതൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നിട്ട് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് നമുക്കൊന്നും ഒരു കരച്ചിലും വന്നിട്ടില്ല. ആ സ്ഥാനത്ത് അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചു, ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ശ്രീദേവിക്ക് വന്നെങ്കിൽ ശ്രീദേവിയും അയ്യോ ഈ നിസ്സാര കാര്യത്തിനൊക്കെ കരയേ അതോ അഭിനയിച്ചതാണോ? ശ്രീദേവിക്ക് പുരുഷന്മാരോട് ഭയങ്കരമായ വെറുപ്പാണെന്നാണ് പറയുന്നത്. എന്നാൽ ചില വീഡിയോയിൽ പറയുന്ന ഞാൻ എപ്പോഴും പുരുഷന്മാരോട് കമ്മ്യൂണിച്ചാണ് നടക്കുന്നത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില വീഡിയോയിലൊക്കെ ശ്രീദേവി മൊത്തത്തിൽ അങ്ങ് എന്താ പറയുക അടച്ചാക്ഷേപിച്ച് പുരുഷന്മാർ മൊത്തവും ശരിയല്ല എന്ന് ഇങ്ങനെ പറയുന്ന ഒരു രീതിയുണ്ട്. ഏതെങ്കിലും ഒരു 10% വ്യക്തികൾ ചെയ്ത കുറ്റത്തിന് മൊത്തത്തിൽ അങ്ങ് തേച്ചൊട്ടിച്ച് ആണുങ്ങളൊന്നും ശരിയല്ല വെറുപ്പാന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയോട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പല ശ്രീദേവിയുടെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും തോന്നിയിട്ടുള്ളത് ഭയങ്കര ബ്ലണ്ടേഴ്സ് ഇങ്ങനെ വന്നിരുന്ന് എന്തോ ചിന്തിക്കാതെ ഓരോ വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ കൂടി ഈ കൊച്ചിന് വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഉണ്ട്, പരന്ന വായനയുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് എന്താ ഇങ്ങനെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ആ സ്വന്തം പിതാവിനെ കുറിച്ച് തന്നെ ഭയങ്കരമായ മോശമായിട്ട് സംസാരിക്കുന്ന കേട്ടു. അപ്പം സാധാരണ എല്ലാ ലേഡീസും ഇപ്പം അച്ഛന്മാരൊക്കെ എന്ത് കുറ്റം ചെയ്താലും അത് ആണുങ്ങളല്ലേ എന്ന രീതിയിൽ എടുത്തിട്ട് അങ്ങനെ കാര്യമാക്കാറില്ല. എപ്പോഴും അച്ഛന്മാരെ കുറിച്ച് നല്ലത് പറയാനല്ലേ നമുക്കൊക്കെ താല്പര്യം. ഇത് വന്നിട്ടൊന്നും ഭയങ്കരമായിട്ട് സ്വന്തം അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും വയ്യ. അല്ല പണ്ടാര പറഞ്ഞാൽ വായി വരുന്നത് കൊതയ്ക്ക് പാട്ടെന്ന് പറയുന്ന കണക്ക് വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുന്നതായിട്ട് പല ഇൻ്റർവ്യൂസിലും എനിക്കങ്ങനെ ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് തോന്നിയൊന്നും അറിയില്ല. ഇപ്പം ദീപകിൻ്റെ കേസിലാണെങ്കിൽ പോലും ആ വീഡിയോ കണ്ട ഓരോ മനുഷ്യനും മനസ്സിലാവും. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിലെ രംഗം ക്ലീൻ ആയിട്ട് 2-3 പ്രാവശ്യം വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ദീപക് കുറ്റക്കാരനല്ല എന്ന്. ഒരു ബോധപൂർവമല്ല ദീപക് അത് ചെയ്തതെന്നും, അതായത് ഒരു ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഷിംജിത മനഃപൂർവ്വം ദീപകിൻ്റെ അടുത്ത് ചെന്ന് നിന്നതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി പ്ലാനിങ് ആണ്, അപ്പം തന്നെ മനസ്സിലാവും. എന്നിട്ട് ഇവരുടെ മുഖത്തുണ്ടാകുന്ന റിയാക്ഷൻ, അങ്ങനെ ഒരു സംഭവം നടക്കുവാണെങ്കിൽ ഒരു ലേഡിയെ സംബന്ധിച്ച് എന്ത് റിയാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവണത്? പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ തട്ടുന്നു എന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് എന്തായിരിക്കും അവിടെ? അതൊന്നും ഷിംജിതയിൽ നമ്മൾ കണ്ടിട്ടില്ല. ആ വീഡിയോയിൽ അത് ബോധപൂർവ്വം അത് എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ പറയാം. ഇങ്ങനെ അഥവാ നമ്മളുടെ ഇപ്പം ബസ്സിൽ നിൽക്കുന്ന ഒരു ലേഡിയെ ഇതേപോലെ ഒരു പുരുഷൻ മനഃപൂർവ്വം തട്ടിയെന്ന് വെച്ചോ, അവരപ്പോൾ എന്തായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അപ്പം പറയും ഒന്ന് മാറി നിൽക്കണമെന്ന് നമ്മൾ ഒന്ന് ദേഷിച്ച് പറയുമായിരിക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമ്മളൊന്ന് ഷൗട്ട് ചെയ്ത് പറയും. ഇതും പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ അടുത്ത് പറയും, കണ്ടക്ടറെ വിളിച്ച് പറയും. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും അവിടെ സംഭവിച്ചിട്ടില്ല. ഇവർ സുന്ദരമായിട്ട് ഈ വീഡിയോ ബോധപൂർവ്വം എടുത്തിട്ട് ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൂളായിട്ട് വന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തു. ഇത് തിരക്കിപ്പോഴും ഇങ്ങനെ ഒരു ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അപ്പം തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ലോജിക്ക്. ഇവർ വൈറലാകാൻ വേണ്ടിയിട്ട് ഒരാളിനെ ബോധപൂർവ്വം കരുവാക്കിയാന്ന് നമുക്ക് മനസ്സിലാവും. ചിന്തിക്കുന്ന ഏത് ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. എന്നിട്ട് അവിടെ വന്നിരുന്ന് ഏഷ്യാനെറ്റിൽ വന്നിരുന്ന് ഘോരം ഷിംജിതയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രസംഗിച്ചപ്പോൾ ആ അമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സമൂഹം ഒന്നടങ്കം ശ്രീദേവിയെ എതിർത്തത്. നമ്മൾ ഒരിക്കലും മൊത്തത്തിൽ ജനറൈസ് ചെയ്ത് പറയാൻ പാടില്ല. ഒരാൾ ചെയ്ത തെറ്റിന് മൊത്തത്തിൽ ഒരു ആൺവർഗത്തെ മൊത്തത്തിൽ പറയുന്ന ആ ഒരു രീതി ചില സമയത്ത് ഒരു ബുദ്ധിക്ക് ഒരു പൊടിക്ക് കുറവുണ്ടോ എന്ന് ചിന്തിച്ചു പോകും.
പിന്നെ എന്നെ ചിന്തിപ്പിച്ചത് ഇപ്പൊ പുള്ളിക്കാരി വന്നിട്ട് പറയുന്നത് എന്നെ ആ ഒരു വേർഡ് ഇങ്ങനെ ആരോക്കെയോ വിളിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർന്നു വന്നതാണ്, എന്നെ അങ്ങനെയൊക്കെ വിളിക്കാൻ കൊള്ളുവോ? പക്ഷേ ശ്രീദേവി ഇങ്ങനെ വിളിച്ചു എന്ന് ശ്രീദേവി തന്നെ വന്ന് ഇന്റർവ്യൂവിൽ പറയുമ്പോൾ നമ്മൾ അറിയുന്നത്. അപ്പം സ്വന്തം പല്ലിയുടെ കുത്തി മണപ്പിക്കുന്നതിന് തുല്യമായി പോയില്ലേ? ഒരു ബുദ്ധിയുള്ളൊരു ലേഡി ആണെങ്കിൽ ഇങ്ങനെ പറയാം. ആരെങ്കിലും പറഞ്ഞാൽ നമ്മളതവിടെ കളയുക, 10 പേരോ 100 പേരോ പറയട്ടെ, അതവിടെ കളയുക. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ നിന്ന് പല നായ്ക്കളും കുരയ്ക്കും, നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കാറില്ല, അതവിടെ കുരയ്ക്കും. നമ്മൾ നമ്മളെ ജോലി നോക്കി പോകും അല്ലേ? ഇപ്പം ആരോ എന്തോ എവിടെയോ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് നോക്കി കരയാൻ അത് മണ്ടത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളാണ്, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പിന്നെ അതിൻ്റെ വിഷയം തന്നെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വൾഗറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്. ഇതിനെല്ലാം വളരെ ചിരിച്ചുകൊണ്ട് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ അധ്യാപികയാണ്, കുറേ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അതിനെല്ലാം ആൻസർ, അതിനകത്ത് കൊടുക്കുന്ന ആൻസറുകൾ കേട്ടാൽ അവരോടൊരു കുട്ടി വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇവരൊരു അധ്യാപിക ആയിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോകും. ഇല്ല മറ്റാരോ പറഞ്ഞ കണക്ക് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ കണക്ക് അങ്ങ് കരുതിയാൽ മതി. കുറേ ഇത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അമ്മയുടെ ഒരു എന്താ പറയുന്ന ആ മനസ്സ് വേദനിപ്പിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് കരുതി സമാധാനിച്ചോളൂ. അല്ലാതെ വേറൊന്നും പറയാനില്ല. വേറൊരു പോയിന്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയണത്, സ്ത്രീകളെ ഒരിക്കലും ഇങ്ങനത്തെ വേർഡ്സ് വിളിക്കാൻ പാടില്ല. ആര് വിളിച്ചാലും അത് തെറ്റ് തന്നെയാണ്.